AKG കോളനി എന്ന് പേര് വരാൻ കാരണം ആ ഭാഗത്തുണ്ടായിരുന്ന കുറേ ആളുകളൊക്കെ പിന്നെ പുഴയോട് സമീപത്തുണ്ടായിരുന്ന വീടുകളൊക്കെ ഇടിഞ്ഞു പോവുകയും അതിൽ പിന്നെ വെള്ളത്തിൽ കൂടെ ഒഴുകി പോവുകയും ചെയ്തു. ഞങ്ങളുടെ വീട്ടുപകരണങ്ങളും കുറേ സാധനങ്ങളെല്ലാം വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോയി. ഉരുളുപൊട്ടലും കൊണ്ട് ഞങ്ങളുടെ വീടുകളെല്ലാം ഒഴുകിപ്പോയി. അന്നത്തെ സർക്കാർ LDFന്റെ സർക്കാരാണ് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ക്ലബിൽ താമസിപ്പിച്ചു. ഒരു മാസം 1.5 മാസം വരെ അവിടെ ഉണ്ടായിരുന്നു. ഹായ്, ജിജോയ് ആണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നച്ചാർ പുഴയിലാണ്. എൻ്റെ തൊട്ടു ബാക്കിൽ ഒരു തുരുത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് AKG കോളനി അല്ലെങ്കിൽ AKG നഗർ എങ്ങനെ ഉണ്ടായി അതിനെക്കുറിച്ചാണ്. വിനി ബ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ AKG നഗർ അല്ലെങ്കിൽ AKG കോളനി ഉണ്ടാകാൻ കാരണമായ ഒരു സ്ഥലത്തേക്കാണ് നിൽക്കുന്നത്. ഈ കാണുന്ന തുരുത്തേൽ ഒരുപാട് ആൾക്കാർ അന്ന് താമസിച്ചുകൊണ്ടിരുന്നതായിരുന്നു. 1988 ആ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും ഒരുപാട് വീടുകൾ ഒലിച്ചു പോവുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ AKG നഗറിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഏകദേശം ഒരു 80ഓളം വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിക്കാം. മൂലമറ്റം AKG നഗറിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഇക്ബാലാണ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അദ്ദേഹം അന്നത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അന്ന് അന്നത്തെ ആ കാര്യങ്ങൾ ഓർത്തെടുക്കാം. കാര്യത്തിൽ 1988 ഉരുളുപൊട്ടലുണ്ടായി. ഉരുളുപൊട്ടലും കൊണ്ട് ഞങ്ങളുടെ വീടുകളെല്ലാം ഒഴുകിപ്പോയി. അന്നത്തെ സർക്കാർ LDFന്റെ സർക്കാരാണ് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ക്ലബിൽ താമസിപ്പിച്ചു. ഒരു മാസം 1.5 മാസം വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വന്ന് അവിടുത്തെ മന്ത്രി വന്ന് ഞങ്ങളെല്ലാം നോക്കിയിട്ട് പിന്നെ കിഴക്കേക്കര കോളനിയിൽ 5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതെല്ലാം ഓരോ ഫ്ലോട്ടുകളായിട്ട് തിരിച്ച് 4 സെന്റ് വീതം ഓരോ ഫ്ലോട്ടായിട്ട് ഇട്ടിട്ട് നമ്പർ ഇട്ട് ഓരോക്കാർക്ക് നൽകി. എന്നിട്ട് 2000 രൂപയും പാരിതോഷികമായിട്ട് 2000 രൂപയും കൂടി വീട് വെക്കാനായിട്ട് തൽക്കാല ഷെഡ് വെക്കാനായിട്ട് 2000 രൂപ വീതം തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാണ്. അന്നത്തെ കാലത്ത് ആ ഉരുൾപൊട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് ഞാനിയും താമസിച്ചുകൊണ്ടിരുന്ന വീട് കംപ്ലീറ്റ് ഒഴുകിപ്പോയിട്ട് സാധനങ്ങളും ഒന്നും തന്നെ ബാക്കിയില്ലായിരുന്നു. എല്ലാം കംപ്ലീറ്റ് ഒഴുകി പോകുമായിരുന്നു. വീട്ടുകാരവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു 35 വീട്ടുകാരുണ്ടായിരുന്നു. മൊത്തം കുരിയം കോളനി ഉൾപ്പെടെ എല്ലാം കംപ്ലീറ്റ് പോയി. കുരിയം കോളനി താമസിക്കാൻ താഴത്തെ വീടുകളെല്ലാം ഷെഡുകളായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ഒഴുകിപ്പോയി. അതിന്റെ ശേഷമാണ് ഞങ്ങൾ ക്ലബിൽ വന്ന് അവിടെ വന്ന് സ്കൂളിൽ താമസിച്ച് അത് കഴിഞ്ഞ് അവിടെ നിന്ന് സ്ഥലം തന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ആ സ്ഥലത്ത് പോയി അവിടെ പോയി ഷെഡ് വെച്ച് താമസിക്കുകയായിരുന്നു. ഓലപ്പരയാ വെച്ചത്. എല്ലാം ഷെഡായിട്ട് തന്നെ ഓല കൊണ്ട് മറച്ചാണ്. എല്ലാം ഓലപ്പരയായിരുന്നു. ഒരെണ്ണം പോലും ഇതില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സർക്കാർ മാറി വന്നു. ഓരോരുത്തർക്കായിട്ട് ലോൺ തന്നു. ആ ലോൺ വെച്ച് വീടുകൾ പണിത് ഇപ്പൊ ഇതായിട്ട് താമസിക്കുന്നു. എല്ലാരും നല്ല വാർത്ത വീടിലാണ്. ഒരു വീട് മോശമുള്ള വീടുമില്ല. വഴിയും ശരിയായി. അതിന് തന്നെ ത്രിവേണി സംഗമം എന്നത് പേരും വന്നു. അപ്പൊ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവര് വന്ന് ത്രിവേണി സംഗമത്തിൽ വന്ന് ആസ്വദിക്കാനും നല്ല ആൾക്കാർ ഇഷ്ടം പോലെ വന്ന് കുളിക്കാനും പിടിക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമുള്ള സ്ഥലമായിട്ടാണ് ഇരിക്കുന്നത്. അണ്ണനൊക്കെ ചെന്ന കാലഘട്ടത്തിലല്ലേ അവിടെ പുറപ്പാട് സിനിമ ഷൂട്ടിംഗ് എടുത്തപ്പോൾ ഞങ്ങളുടെ വീട്ടിലായിരുന്നു അവർ വന്ന് താമസം. ആ ലേബർ എല്ലാം ഉണ്ടായിരുന്നു. ആക്ടിങ് ഇതായിട്ടുള്ളവർ അവരെല്ലാം കൂടെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു വന്ന് താമസിക്കാനും അവിടെ വന്ന് പിടിക്കാനും. അവിടെ വന്ന് AKGയിലെ എല്ലാ വീടുകളിലെല്ലാം ആൾക്കാരെല്ലാം ഇല്ല ഷെഡൊന്നും ഇട്ടിട്ടില്ല. ഷെഡ് ഇട്ടിട്ടല്ല, അല്ലാതെ ഓരോ വീടുകളിൽ ഇതായിട്ടുള്ള വീടുകൾ തന്നെയാണ്. അതെ അവിടെ വെച്ചായിരുന്നു കംപ്ലീറ്റ്. ഒരു 80% ഷൂട്ടിങ് അവിടെ വെച്ചായിരുന്നു നടന്നത്. ബാക്കിയുള്ളതെല്ലാം തേക്കും അതും ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറി. ആ AKG നഗറിൽ തന്നെ താമസിക്കുന്ന ആൾക്കാർ കുറെ പേര് ആ സിനിമയിൽ തന്നെ രംഗത്തുണ്ട്. കുറെയൊക്കെ ആൾക്കാർ മരിച്ചുപോയ ആൾക്കാരാണ് കൂടുതൽ അതിലുള്ളത്. ഇപ്പൊ നമ്മുടെ കൂടെ അവിടെ നിന്ന് താമസിച്ചുകൊണ്ടിരുന്ന സുകുമാരൻ എന്ന ചേട്ടനുണ്ട് കേട്ടോ. ആ ചേട്ടനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. 1988 നാച്ചാർ പുഴയില് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉണ്ടായത്. അതിൻ്റെ സർക്കിൾ ഓഫീസിന് മുമ്പിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും ഭയങ്കരമായ വെള്ളം ഉണ്ടാകുകയും അവിടെ ഉണ്ടായിരുന്ന പാലം കവിഞ്ഞ് വെള്ളം ഒഴുകുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന എൻ്റെ വീടിൻ്റെ കുറേ ഭാഗം ഇടിഞ്ഞു പോയി. അടുക്കള ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇടിഞ്ഞു പോയി. വീട്ടിൽ അന്ന് ഭാര്യയും ഒരു മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സ്ഥലത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലെ കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോയതുകൊണ്ട് അവിടെ താമസയോഗ്യമല്ലാതായി. പിന്നെ ഞങ്ങൾ മറ്റൊരു വീട്ടിലാണ് കയറി ഒരു ക്വാർട്ടേഴ്സിൻ്റെ ഒരു അനുഭവത്തോടു കൂടി അവിടെ 2 ദിവസം താമസിച്ചത്.
അതിനുശേഷമാണ് ഈ ആളുകൾക്കെല്ലാം വീട് നഷ്ടപ്പെടുകയും കുറേ ആളുകളൊക്കെ ആ ഭാഗത്തുണ്ടായിരുന്ന കുറേ ആളുകളൊക്കെ അത് പിന്നെ പുഴയുടെ സമീപത്തുണ്ടായിരുന്ന വീടുകളൊക്കെ ഇടിഞ്ഞു പോവുകയും അതിൽ പിന്നെ വെള്ളത്തിൽ കൂടെ ഒഴുകി പോവുകയും ചെയ്തു. ഞങ്ങൾ വീട്ടുപകരണങ്ങളും കുറേ സാധനങ്ങളെല്ലാം വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോയി. അപ്പം താമസിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. താമസയോഗ്യമല്ലാത്ത വീടുകൾ ധാരാളം ഉണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളെയൊക്കെ തൊട്ടടുത്തുള്ള IHIP സ്കൂളിൽ ഒരു ക്യാമ്പ് തുടങ്ങുകയും ക്യാമ്പിൽ കൊണ്ടുവന്ന് താമസിക്കുകയും ചെയ്തു. ഏകദേശം ഒരു 60 കുടുംബങ്ങൾ IHIP സ്കൂളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന അവരെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളായിരുന്നു അവിടെ കൂടുതൽ ആളുകളും ഉണ്ടായിരുന്നത്. അവർക്ക് മറ്റ് സംഘടനകൾ, സാമൂഹിക സംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും മറ്റ് ആളുകളുടെയൊക്കെ സഹായങ്ങളോടുകൂടി ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ എത്തിച്ചു കൊടുത്ത് അവർ കുറച്ച് ഒരു ഏകദേശം 1 മാസത്തിലധികമായിട്ട് IHIP സ്കൂളിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സഹായ സഹകരണങ്ങളുണ്ടായി. മറ്റ് നാട്ടുകാർ എല്ലാ ആളുകളെയും സഹായ സഹകരണത്തോടു കൂടിയാണ് ആളുകൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവർക്ക് താമസയോഗ്യം അല്ലാതെ വീട് താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഗവൺമെൻറ്റുമായിട്ടൊക്കെ ഇങ്ങനെ നിവേദനങ്ങളെല്ലാം നടത്തി. അന്ന് നിവേദനം നടത്തിയതിൻ്റെ ഫലമായിട്ട് തൊട്ടടുത്തുള്ള ഇപ്പം ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള AKG കോളനിയിൽ അന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വകയായിരുന്ന സ്ഥലമായിരുന്നു ഈ AKG കോളനി. അവിടെ അന്നത്തെ വകുപ്പ് മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തുകയും പിന്നെ മന്ത്രിയുടെ ഉത്തരവും പ്രകാരം അവിടെയുള്ള 49 കുടുംബക്കാരെ അന്ന് ഇവിടെ കൊണ്ട് താമസിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് മുമ്പ് 10-20 കുടുംബക്കാരിവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ഏകദേശം അതിനുശേഷവും കുറേ ആളുകളൊക്കെ ഒന്ന് താമസമൊക്കെ ആയി. ഇപ്പോൾ ഏകദേശം ഒരു 80-100 കുടുംബത്തോട് അടുപ്പിച്ച് ഈ പ്രദേശത്തെല്ലാം കൂടെ ഉണ്ട്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകളും ഒക്കെ കഷ്ടപ്പാടുകളും സഹിച്ചാണ് അന്ന് ആളുകൾ ഇവിടെ എത്തിയത്. ഈ AKG കോളനി പേര് വരാൻ കാരണം AKG കോളനി അന്ന് ഇങ്ങനെ വന്നപ്പോൾ അന്ന് ഇതിൻ്റെ പേര് പിന്നെ നാച്ചാർ പുറമ്പോക്കിലുള്ള ആളുകളാണ് ഇവിടെ വന്നിരുന്നത്. അന്ന് ഈ കോളനിക്ക് പേരൊന്നുമില്ലായിരുന്നു. അന്ന് ഈ AKG കോളനി എന്ന് പേരിടാനുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ പ്രതിനിധികളൊക്കെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം കൂടെ പിന്നെ ഇങ്ങനെ ഫലമായിട്ട് എല്ലാവരും കൂടെ ചർച്ചയൊക്കെ ചെയ്ത് അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റികളും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെല്ലാം കൂടെ ഉൾപ്പെട്ട ആളുകൾ ഞാനുമൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ ഉൾപ്പെട്ട ആളുകൾ ഇതിന് ഒരു AKG എന്നുള്ള മഹാനായ ഒരു നേതാവുണ്ടല്ലോ, അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ കോളനി അറിയപ്പെടണമെന്ന് പറഞ്ഞ് ആണ് AKG കോളനി എന്ന് അന്ന് ഒരു പേരിടാമെന്ന് അന്നത്തെ ചില ആളുകൾ നിർദ്ദേശം വയ്ക്കുകയും ആ നിർദ്ദേശം അംഗീകരിക്കുകയും ചെയ്താണ് AKG കോളനി എന്ന് പേരിട്ടത്. അതിനുശേഷം പിന്നെ AKG വാർഡുണ്ടായി. AKG നഗർ എന്നുള്ള വാർഡും എൻ്റെ പേര് വരെ AKG എന്നായി. അങ്ങനെയാണ് ആളുകൾ ഇവിടെ വരാനുള്ള കാരണം. ഈ അവിടെ താമസിച്ചിരുന്ന ആളുകളൊന്നും സുരക്ഷിതമല്ലായിരുന്നു. ഈ ഇപ്പോൾ പല അവസരങ്ങളിലും ഈ പിന്നെ നാച്ചറപ്പുഴയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. വെള്ളപ്പൊക്കത്തിൻ്റെ കൂടെ ഈ പാറ കെട്ടുന്നതിലൊക്കെ വരും. പലപ്പോഴും വീടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല പരാതികളും ഒക്കെ ആയി പോയിട്ടുണ്ട്. പിന്നെ അതിന് ഈ അന്നൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. എന്നായിരുന്നു ഈ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉണ്ടായതിൻ്റെ പേരിലാണ് ഈ വീട് അവരൊക്കെ ഒരു പരിഹാരം അതിനുണ്ടായത്. അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചു. കുറച്ച് ആളുകൾ, അപൂർവം ചില ആളുകൾ മാത്രം അവിടെ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. നരക്കെട്ടാണ് 4 സെൻറ്റ് വീതം കൂടെ 49 പേർക്ക് അന്ന് പിന്നെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. 49 പേർക്ക് ലിസ്റ്റ് ഇട്ട് 49 കുടുംബക്കാർക്ക് കൊടുത്തു. അവരിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു 10-20 കുടുംബക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അത് അവർ അന്ന് ഇവിടെ താമസം ഉണ്ടായിരുന്നാലും അവരെയും കൂടെ കിട്ടി ഈ സ്ഥലം കിട്ടിയതിൽ എല്ലാവരും സംതൃപ്തരാണ്. എല്ലാവരും ഇപ്പോൾ സുഖമായിട്ട് കഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.